ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് നമുക്ക് വളരെ ഈസി ആയിട്ട് വൈകുന്നേരങ്ങളിലേക്ക് ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ വെറും 2 മിനിറ്റ് കൊണ്ട് ഒരു 3 ചേരുവ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇതുപോലെ നമുക്ക് വീട്ടിലുള്ള 2-3 ചേരുവ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി ചേർത്തിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. മൈദപ്പൊടി ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇച്ചിരി ഏലക്ക പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ്. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഗോതമ്പ് പൊടിയും പഞ്ചസാരയും സോഡാപ്പൊടിയും മാത്രം മതിയാവും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന പോലെയൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ലൂസായിട്ട് വേണം ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം വെള്ളം ചേർത്ത് ഇതുപോലെ ഈ ഒരു മാവ് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് വേണ്ടത്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിവിടെ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിരുന്നു. അതിലേക്ക് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് നമുക്കൊരു റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ നിറം വന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്